ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഡിസംബർ 2025 അറ്റംപ്റ്റിലോട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. ഓക്കെ, കാരണം ആക്ച്വലി നമുക്ക് ഒരു 60 ഡേയ്സിൻ്റെ അടുത്തുണ്ട്. പക്ഷേ 60 ഡേയ്സ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മളവിടെ ഇരുന്ന് പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കടന്നുകൂടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബർ 2025 അറ്റംപ്റ്റിലോട്ടുള്ള ടാക്സേഷൻ പേപ്പറിൻ്റെ സ്റ്റഡി പ്ലാനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് 60 ഡേയ്സ് ഉണ്ട്. പക്ഷെ അത് സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ടാക്സേഷൻ എന്നുള്ള പേപ്പർ ഒരു ബേർഡൻ ആയിട്ട് മാറും. അപ്പോൾ നല്ല ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ 60 ഡേയ്സിൽ വളരെ സുഖകരമായിട്ട് നമുക്ക് ഈ പേപ്പർ പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു 51 ഡേയ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനത്തെ കോഴ്സ് ചെയ്യുമ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള കോഴ്സസും ഈ CA CMA പോലത്തെ കോഴ്സിൻ്റെ പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് റൂം സ്റ്റഡി ഇല്ല, അല്ലേ? നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കുന്നു, പോയി എക്സാം എഴുതുന്നു, ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഈ മോട്ടിവേഷൻ നിലനിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്താണ് നമ്മൾ സ്കിപ്പ് ചെയ്യും, അല്ലേ? നമ്മൾ ചീറ്റ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ചില ദിവസങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മടി പിടിച്ചിരിക്കും, അല്ലേ? എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് കറക്റ്റ് എക്സാം ഡേയ്സ് വരെ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പോർഷൻ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 51 ഡേയ്സിലേക്കാണ്. അപ്പോൾ ഇടയിൽ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കവറപ്പ് ചെയ്ത് പോകാനുള്ള ഡേയ്സ് അവിടെ ബാക്കിയുണ്ടാവും. അതേപോലെ തന്നെ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ, പോരാ, അത് റിവൈസ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനും കുറച്ച് ഡേയ്സ് വേണം. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് നമ്മളൊരു 51 ദിവസത്തെ പ്ലാനാണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം, എന്നാലും നിങ്ങൾക്കൊരു സ്ട്രക്ചർ ഇട്ടുതരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടാക്സേഷൻ എന്നുള്ള പേപ്പറിൽ 2 പാർട്ടാണുള്ളത്. പാർട്ട് A എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ലോസും പാർട്ട് B എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സേഷൻ, അല്ലെ? GST, കസ്റ്റംസ് ഒക്കെ കൂടിയതാണ് പാർട്ട് B വരുന്നത്. അപ്പോൾ ടാക്സേഷൻ പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും, രണ്ടും 50-50 മാർക്കിനാണ്. അപ്പോൾ ടാക്സേഷൻ എന്നുള്ള പേപ്പർ പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. കാരണം ഇൻകം ടാക്സ് ബുദ്ധിമുട്ടാണെന്നല്ല, പക്ഷേ നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നാലും നമുക്ക് അവിടെ മാർക്ക് പോകും. GST ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കൂടുതലും തിയറി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് പ്രോബ്ലംസ് കമ്പയർ ടു ഇൻകം ടാക്സ് കുറവാണ്. അപ്പോൾ എന്താണ്, കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഫുൾ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, സ്കോറിംഗ് ഭാഗം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ലോസ് വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ്, ഡയറക്റ്റ് വേഴ്സസ് ഇൻഡയറക്റ്റ് ടാക്സസ്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് എർസ്വൈൽ ടാക്സസ്. അതായത് എന്താണ് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഡിഫറൻസ്, അതേപോലെ തന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ടാക്സേഷൻ്റെ സ്ട്രക്ചർ, കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ദിവസം. കാരണം നമ്മൾ ആ ഒരു ഫ്ലോയിലോട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡേ 1 നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡേ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് GST, കാസ്കേഡിംഗ് എഫക്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഒരു പുതിയ നിയമം നിലവിൽ വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അമെൻഡ് ചെയ്യേണ്ടി വരും, അല്ലേ? ഇല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായി പോകും. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 2ാമത്തെ ദിവസം നോക്കുന്നത്. 3ാമത്തെ ദിവസം റിവൈസ് ദ മൊഡ്യൂൾ ആൻഡ് സോൾവ് MCQs ആൻഡ് ഷോർട്ട് നോട്ട്സ്. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. കാരണം എക്സാമിന് പോകുന്ന സമയത്ത്, അല്ലേ, മെഷീൻ ഗണ്ണ് വെച്ച് വെടിവെക്കുന്ന പോലെ ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. ബോത്ത് ഗ്രൂപ്പൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാവണം. പഠിക്കുന്ന മുറയ്ക്ക് തന്നെ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. 3ാമത്തെ ദിവസം ഇത്രയും നേരം പഠിച്ചത് അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളിൽ നോക്കിയ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഡേ 4 ഇൻട്രഡക്ഷൻ ടു GST ലോ, നീഡ്, ബെനിഫിറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. ഓക്കെ, ബാക്കിയുള്ള ഇൻട്രൊഡക്ടറി പാർട്ടത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഡേ 5 വരുന്നത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST ആൻഡ് IGST, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ CGST SGST ആണ് ലെവി ചെയ്യുക, ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ IGST ആണ് ലെവി ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലെവി കളക്ഷൻ, ചാർജ് ഓഫ് GST എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡേ 5 റിവൈസ് ചെയ്യും. ഡേ 6 കോൺസെപ്റ്റ് ഓഫ് സപ്ലൈ, മീനിങ്, സ്കോപ്പ്, ഷെഡ്യൂൾസ്, കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ. അതായത് ഡേ 6 നമ്മൾ സപ്ലൈ അണ്ടർ GST എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം GST എപ്പോഴാണ് ലെവി ചെയ്യുക, ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്ന സമയത്താണ്. അപ്പോൾ എന്താണ് സപ്ലൈ എന്ന് നിർബന്ധമായിട്ടും വ്യക്തമായിട്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ GST അപ്ലിക്കബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ
സപ്ലൈ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റാണ് നമ്മളവിടെ പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, അതിൽ 3 ഷെഡ്യൂളൊക്കെ വരുന്നുണ്ട്. ഷെഡ്യൂൾ 1, 2, 3. ഓക്കെ, അപ്പോൾ ആ ഷെഡ്യൂള്, അതേപോലെ തന്നെ മിക്സഡ് സപ്ലൈ എന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ, അല്ലെ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഡേ 6 ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 7 ടൈം ഓഫ് സപ്ലൈ, ഗുഡ് സർവീസസ് ആൻഡ് സ്പെഷ്യൽ കേസസ്. അപ്പോൾ എപ്പോഴാണ് ഈ GST ഡ്യൂ ആവുന്നത്, ഓക്കെ, എപ്പോഴാണ് ലെവി ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്, അല്ലേ. അപ്പോൾ ടൈം ഓഫ് സപ്ലൈയിൽ ഗുഡ്സിൻ്റെയും വരുന്നുണ്ട്, സർവീസസിൻ്റെയും വരുന്നുണ്ട്, പിന്നെ ചില സ്പെഷ്യൽ കേസസും പറയുന്നുണ്ട്. അടുത്ത് വരുന്ന പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ CGST SGSTയും, ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ IGST ആണ്. എങ്ങനെയാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്? എവിടെയാണോ നമ്മൾ ഈ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് കൊടുക്കുന്നത്, ആ ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കാറ്. അതിലും ചെറിയ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഡ്യൂ ആവുന്നത്, അതിൻ്റെ പ്ലേസ് എവിടെയാണെന്ന് മനസ്സിലാക്കി. പക്ഷേ എത്ര രൂപയുടെ മുകളിലാണ് നമുക്ക് GST ലെവി ചെയ്യേണ്ടത്, അതാണ് നമ്മൾ 9th ഡേയിൽ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ എത്ര രൂപയുടെ മുകളിലാണ് നമുക്ക് ആ റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ഡേ 10 ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, എലിജിബിലിറ്റി കണ്ടീഷൻസ്, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്, യൂട്ടിലൈസേഷൻ റൂൾ. വലിയൊരു ചാപ്റ്ററാണ്, അല്ലേ. പക്ഷേ നമുക്ക് ഒരുപാട് ദിവസം അതിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പിടിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും കുറച്ച് ലാഗ് വന്നാൽ തന്നെ അത് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡേ 10 നമ്മൾ റിവൈസ് ചെയ്യുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന ചാപ്റ്ററാണ്. 11th ഡേയിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് GST ലയബിലിറ്റി പ്രാക്ടിക്കൽ സംസ്. അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് ഈ ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്, അങ്ങനെയുള്ള കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരും. അത് ഡിസ്കസ് ചെയ്യലാണ് ഡേ 11 നമ്മൾ ചെയ്യും. ഡേ 12 നമ്മൾ നോക്കുന്നത് രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററാണ്, കമ്പൽസറി വേഴ്സസ് വോളണ്ടറി ത്രഷോൾഡ് ക്യാൻസലേഷൻ. അത് രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ആരൊക്കെയാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ആൾക്കാർ, ആരൊക്കെയാണ് കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട ആൾക്കാർ, ആരൊക്കെയാണ് എടുക്കേണ്ടാത്ത ആൾക്കാർ, അങ്ങനെ കുറേ വിവിധ തരത്തിലുള്ള കുറേ സെക്ഷൻസ് പറയുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഡേ 12 നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഡേ 13 ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റോ ക്രെഡിറ്റ് നോട്ട്സ്, ഇ-വേ ബിൽ, അല്ലേ. അപ്പോൾ ഒരു സപ്ലൈ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് കൊടുത്തിട്ടുണ്ടാവണം, ടാക്സ് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ വാല്യൂ കൂട്ടണമെങ്കിൽ ഡെബിറ്റ് നോട്ട് കൊടുക്കണം, വാല്യൂ കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് നോട്ട്. അങ്ങനെ ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഡേ 13 ഡിസ്കസ് ചെയ്യും. ഡേ 14 റിട്ടേൺസ് അണ്ടർ GST. ഇപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ GSTR 1 ഫയൽ ചെയ്യും, അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഇൻവേർഡ് സപ്ലൈ കാണിക്കുന്നതാണ് GSTR 2A അല്ലെങ്കിൽ 2B. പിന്നെ നമ്മുടെ സമ്മറി റിട്ടേൺ ആണ് GSTR 3B. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെയാണ് ഡേ 14 നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, എത്ര രൂപയാണ് നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്, അതിൻ്റെ കാൽക്കുലേഷനും നമ്മൾ ഡേ 14 ചെയ്യുന്നുണ്ട്. ഡേ 15 റിവിഷൻ ഓഫ് GST ആണ്. അതായത് ഇത്രയും കാലം നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു വന്ന GST നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഉറപ്പിക്കുകയാണ്, അല്ലേ. കാരണം എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടോപ്പിക്സ് എല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡേ 15 കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്സിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 15 ഡേയ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 16th ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റംസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റംസ് ആക്റ്റും റൂൾസും. ഡേ 16 കസ്റ്റംസ് ആക്ട്, ബേസിക് കൺസെപ്റ്റ്സ്, ഡെഫിനിഷൻ, ടാക്സബിൾ ഇവൻറ്റ്സ്. നമ്മൾ GSTയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ടാക്സബിൾ ഇവൻറ്റ് നടന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റംസ് ആക്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സും അതേപോലെ ഏതൊക്കെയാണ് ടാക്സബിൾ ഇവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളുമാണ് 16th ഡേയിൽ നമ്മൾ നോക്കുന്നത്. ഡേ 17 ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, IGST ഓൺ ഇമ്പോർട്ട്, സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, അങ്ങനെ പല തരത്തിലുള്ള ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡേ 17 പഠിക്കുന്നത്. ഡേ 18 വരുമ്പോൾ വാല്യുവേഷൻ റൂൾ. ഇതാണ് CMAനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അസസബിൾ വാല്യൂ, ട്രാൻസാക്ഷൻ വാല്യൂ, FOB, CIF. അതായത് ഒരു പ്രോബ്ലം ചോദിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ഭാഗത്തു നിന്നാണ്. രണ്ടാമത്തെ പ്രോബ്ലം ചോദിക്കുന്നത് ഈ വാല്യുവേഷൻ റൂളാണ്.
കാരണം കുറേ വാല്യൂസ് തന്നിട്ടുണ്ടാവും, കുറേ എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കേണ്ടത്, ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഭാഗമാണ് വാല്യുവേഷൻ റൂൾസ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഡേ 18 ഒരിക്കലും വിട്ടുകളയരുത്, നിർബന്ധമായിട്ടും പഠിക്കണം. ഡേ 19 കമ്പ്യൂട്ടേഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി അല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുള്ള ദിവസമാണ് ഡേ 19. കാരണം രണ്ടും കൂടി ആവില്ല, പഠിക്കാൻ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഡേ 19ലേക്കാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരുവിധം നമ്മളെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡേ 20 മോക്ക് ടെസ്റ്റ് ഓൺ GST, അതായത് GSTയിൽ നമ്മൾ ആദ്യമായിട്ടൊരു മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് പോവാണ്. അങ്ങനെ 21-ാം തീയതി നമ്മൾ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ്, 22-ാം തീയതി കസ്റ്റംസിൻ്റെ മോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ 2 GSTയുടെ മോക്ക് ടെസ്റ്റും ഒരു കസ്റ്റംസിൻ്റെ മോക്ക് ടെസ്റ്റും. അപ്പോൾ അങ്ങനെ 3 നമ്മൾ അതായത് ആദ്യം പഠിച്ചു, ഇടയിൽ 2 റിവിഷൻ വന്നു, 2 മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഡേ 23 ഇൻറ്റഗ്രേറ്റഡ് റിവിഷൻ, അതായത് നമുക്ക് ഒറ്റൊരു പാർട്ടാണ് അല്ലേ ഇൻഡയറക്റ്റ് ടാക്സസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ GSTയും കസ്റ്റംസും കൂടിയിട്ടുള്ള ഒരു മൊത്തമായിട്ടുള്ള ഒരു ഓടിച്ചുള്ള റിവിഷനാണ് ഡേ 23. അപ്പോൾ നമ്മുടെ 3 റിവിഷനാണ് അവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഡേ 24 അപ്പോൾ നമ്മുടെ ടോട്ടൽ പോർഷനും കംപ്ലീറ്റ് ആയതുകൊണ്ട് 24 സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് മോക്ക് പേപ്പർ അണ്ടർ എക്സാം കണ്ടീഷൻ. ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും മോക്ക് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ടും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കും. പക്ഷെ അവിടെ എല്ലാവർക്കും പാളിപ്പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിച്ചു നോക്കും. നമുക്ക് ആ എക്സാം അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എഴുതി നോക്കിയാൽ മാത്രമേ എവിടെയൊക്കെയാണ് നമുക്ക് സ്റ്റക്കായി പോകുന്നത്, ഏതൊക്കെ പോർഷൻസ് ആണ് മറന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, പറ്റിക്കഴിഞ്ഞാൽ അതേ ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം വരുന്നത് അതേ ടൈമിൽ നിങ്ങളിരുന്ന് എഴുതി നോക്കുക, അതേ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എഴുതി നോക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് അറിയുള്ളൂ. ചിലവരുണ്ട് അതായത് ക്വസ്റ്റ്യൻ വായിക്കും, അവർക്ക് ഉത്തരം അറിയും, അവരൊന്ന് സജസ്റ്റഡ് ആൻസർ നോക്കിയിട്ട് എഴുതും. അപ്പോൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് അതിനനുസരിച്ച് ഫിക്സ് ആയി പോകും. അതായത് നിങ്ങൾക്ക് ആൻസർ നോക്കിയാലേ ഒരു തൃപ്തി വരുന്നുള്ളൂ. അപ്പോൾ എക്സാം ഹാളിൽ പോയാൽ നമുക്കത് പറ്റൂല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എക്സാം അതേ കണ്ടീഷനിൽ ഇരുന്ന് കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഡേ 25 ഫൈനൽ ഡേ അല്ലേ, പഠിച്ചു കഴിഞ്ഞു, റിവിഷൻ കഴിഞ്ഞു, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോഴും നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും നിങ്ങൾക്ക് എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്. ആ ഫൈനൽ ഡേയിൽ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 25 ദിവസം കൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്നുള്ള ഒരു പോർഷൻ അവിടെ കംപ്ലീറ്റ് ആവാം. അപ്പോൾ അങ്ങനെ 25 ഡേയ്സ് കൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്നുള്ള ഭാഗത്തിൻ്റെ കംപ്ലീറ്റ് റിവിഷനും മോക്ക് ടെസ്റ്റും എല്ലാം അവിടെ തീർത്തിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇതന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.